ഒരു ക്ലോക്കിൽ 12 മണിയടിക്കാൻ 22 സെക്കൻഡ് എടുത്തു. 7 മണിയടിക്കാൻ എത്ര സെക്കൻഡ് വേണം? ക്ലോക്കിൽ 12 മണിയടിക്കാൻ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 മണിയടിക്കുകയാണ്. ഈ 12 മണിയടിക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 12 മണിയടിക്കുമ്പോൾ 11 ഇടവേളകളാണ് ഉള്ളത്. ഈ 12 മണികൾക്കിടയ്ക്ക് 12 മണിയാണ് അടിക്കുന്നത്. 12 മണികൾ അടിക്കുമ്പോൾ ആ മണിയടികൾക്കിടയിൽ 11 ഇടവേളകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? 12 മണി അടിക്കാൻ 22 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 11 ഇടവേളയ്ക്ക് 11 ഇടവേളയ്ക്ക് എത്ര സെക്കൻഡാണ് നമുക്ക് എഴുതുക? 11 ഇടവേളയ്ക്ക് 12 മണി അടിക്കാൻ 22 സെക്കൻഡ്. അപ്പോൾ 11 ഇടവേളയ്ക്ക് എത്രയാണ്? 22 സെക്കൻഡ്. ഇത് നമുക്ക് എന്ത് കാണാം? ആയതുകൊണ്ട് ഒരു ഇടവേളയ്ക്ക് 11 ഇടവേളയ്ക്ക് 22 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഇടവേളയ്ക്ക് എങ്ങനെ കാണുക? 22/11 2 സെക്കൻഡ്. നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഇടവേള പറയുന്നത് 2 സെക്കൻഡ്. 2 മണിയടികൾക്കിടയിലുള്ള ഒരിടവേള 2 സെക്കൻഡാണ്. നമുക്ക് എന്താ കാണേണ്ടത്? 7 മണി അടിക്കാൻ 7 മണി 1, 2, 3, 4, 5, 6, 7 7 മണിയാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6 7 മണി അടിക്കുമ്പോൾ ഇടവേളകൾ എത്രയേ ഉള്ളൂ? 6 ഉള്ളൂ. ഈ 7 മണിയടികൾക്കിടയിൽ 6 ഇടവേളകൾ. അപ്പം അതിൻ്റെ സമയമാണ് കാണേണ്ടത് 7 മണി അടിക്കാൻ. അതായത് 7 മണി അടിക്കുമ്പോൾ എത്ര ഇടവേളയാണ്? 6 ഇടവേള. 6 ഇടവേളയ്ക്ക് എത്ര സമയം വേണം നമുക്ക് കാണേണ്ടത്? ഇവിടെ കണ്ടുപിടിച്ചു ഒരു ഇടവേളയ്ക്ക് 2 സെക്കൻഡാണ്. അപ്പോൾ 6 ഇടവേളയ്ക്ക് 6 × 2 12 സെക്കൻഡാണ് ഉത്തരം. രണ്ട് ഘാതം 8ൻ്റെ ഇരട്ടി എത്ര? 2/8ൻ്റെ ഇരട്ടി കാണാനാണ് പറയണത്. ഇരട്ടി കാണാൻ നമ്മൾ എന്താ ചെയ്യുക? 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2/8ൻ്റെ ഇരട്ടി കാണാൻ 2/8നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. ഈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൃതിയായിട്ട് 1 എഴുതാം. 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. നമുക്ക് കൃത്യങ്ക നിയമപ്രകാരം ഏഘാതം m × ഏഘാതം n എന്താണ്? ഏഘാതം m + n ആണ്. അതായത് ഒരേ പാദസംഖ്യയും ഗുണനചിഹ്നവും വരുമ്പോൾ നമുക്ക് ആ പാദസംഖ്യ എഴുതിയിട്ട് കൃതികൾ തമ്മിൽ കൂട്ടി എഴുതി. അതുപോലെ ഇവിടെ ഒരേ പാദസംഖ്യ ഗുണനചിഹ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പാദസംഖ്യ എഴുതുക, എന്നിട്ട് കൃതികൾ തമ്മിൽ കൂട്ടുക. 8 + 1 അപ്പോൾ 2/8 8 1 9. അപ്പോൾ 2/8ൻ്റെ ഇരട്ടി എത്രയാണ്? 2/9. 2/25ൻ്റെ പകുതി എത്ര? 2/25ൻ്റെ പകുതി കാണണം. പകുതി കാണാൻ നമ്മൾ എന്താ ചെയ്യുക? 2 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. പകുതി കാണാൻ 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 2/25/2. ഈ 2ന് നമുക്ക് കൃതി 1 എഴുതാം. 2 എന്ന് പറഞ്ഞാൽ കൃതി 1 എഴുതാം. കൃത്യങ്ക നിയമപ്രകാരം ഏഘാതം m/ഏഘാതം n എന്താണ്? ഏഘാതം m - n. അതായത് ഒരേ പാദസംഖ്യ ഇടയ്ക്ക് ഹരണചിഹ്നം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാദസംഖ്യ എഴുതിയിട്ട് അംശത്തിൻ്റെ കൃതിയിൽ നിന്ന് ഛേദത്തിൻ്റെ കൃതി കുറയ്ക്കാൻ വേണ്ടത്. അതുപോലെ നമുക്ക് ഇതെന്താണ്? ഒരേ പാദസംഖ്യയാണ്, ഇടയിൽ ഹരണചിഹ്നം. അപ്പോൾ നമ്മളെന്താ? പാദസംഖ്യ എഴുതുക. 2/, അംശത്തിൻ്റെ കൃതിയിൽ നിന്ന് ഛേദത്തിൻ്റെ കൃതി കുറയ്ക്കുക. 25 - 1 2/25 നിന്ന് കുറച്ചാൽ 24. 2/25ൻ്റെ പകുതി എത്രയാണ്? 2/24. 2/15ൻ്റെ വർഗ്ഗം എത്ര? 2/15ൻ്റെ വർഗ്ഗമാണ് നമുക്ക് കാണേണ്ടത്. വർഗ്ഗം കാണുമ്പോൾ സ്ക്വയർ കാണുക. അപ്പോൾ 2/15ൻ്റെ വർഗ്ഗം എങ്ങനെ കാണുക? 2/15ൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. 2/15 ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. നമുക്ക് കൃത്യങ്ക നിയമപ്രകാരം അറിയാം ഏഘാതം m ഹോൾ ഘാതം n ഏഘാതം m × n. അതായത് ഒരു പാദസംഖ്യ അതിന് 2 കൃതി വരുമ്പോൾ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിച്ചെഴുതുക. ഇവിടെ അതെ ഒരു പാദസംഖ്യ 2 കൃതി വന്നിരിക്കുകയാണ്. അപ്പോൾ പാദസംഖ്യ എഴുതുക, കൃതികൾ തമ്മിൽ ഗുണിക്കുക. 15 × 2 30. അപ്പോൾ 2/15ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 2/15ൻ്റെ വർഗ്ഗം എത്രയാണ്? 2/30. 2/50ൻ്റെ വർഗ്ഗമൂലം എത്ര? 2/50ൻ്റെ വർഗ്ഗമൂലം കാണണം. വർഗ്ഗമൂലം കാണണം, റൂട്ട് കാണുക. അപ്പോൾ 2/50ൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. 2/50ൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം
റൂട്ട് എക്സ് എന്നുള്ളതിനെ എക്സ് ഘാതം അര എന്നെഴുതാം. ഈ റൂട്ട് ചിഹ്നത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൃതി 1/2 എഴുതിയാൽ മതി. റൂട്ട് ചിഹ്നത്തിന് പകരം കൃതിയായിട്ട് 1/2 എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് അതുപോലെ ഈ റൂട്ട് ചിഹ്നത്തിന് പകരം ഇത് എഴുതുക. ഇവിടെ എക്സ് എഴുതിയ പോലെ ഇവിടെ 2 ഘാതം 50 എന്ന് എഴുതുക. റൂട്ട് ചിഹ്നത്തിന് പകരം എന്ത് ചെയ്താൽ മതി? കൃതിയായിട്ട് 1/2 എഴുതിയാൽ മതി. കൃത്യംഗ നിയമപ്രകാരം എ ഘാതം എം ഹോൾ ഘാതം എൻ, കഴിഞ്ഞ കണക്കിൽ പറഞ്ഞ പോലെ എ ഘാതം എം ഇൻറ്റു എൻ. അതായത് ഒരു പാദസംഖ്യയ്ക്ക് 2 കൃതി വന്നാൽ പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിച്ചെഴുതി. അതുപോലെ ഇവിടെ ഒരു പാദസംഖ്യയ്ക്ക് 2 കൃതിയാണ്, പാദസംഖ്യ എഴുതുക, കൃതികൾ തമ്മിൽ ഗുണിക്കുക. 50 × 1/2. അപ്പോൾ 2 ഘാതം 50 × 1/2, 50 × 1 50/2 എന്ന് വരും. 50 × 1 50/2. അപ്പോൾ 2 ഘാതം 50/2 എത്രയാണ്? 25. അപ്പോൾ 2 ഘാതം 50ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 2 ഘാതം 25.